CPM നേതാവായിരുന്ന ധനരാജ് വധക്കേസിൽ മുഴുവൻ പ്രതികളെയും കോടതി നേരിട്ട് ചോദ്യം ചെയ്തു. കേസിന്റെ വിചാരണ നടക്കുന്ന തളിപ്പറമ്പ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ചോദ്യം ചെയ്തത്. കേസിൽ 21 പ്രതികളിൽ മരണപ്പെട്ട ഒരാളൊഴികെ 20 പേരും ഹാജരായി. തളിപ്പറമ്പ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് KN പ്രശാന്ത് 2260 പേജുള്ള ചോദ്യാവലിയാണ് പ്രതികളോട് നേരിട്ട് ചോദിച്ചത്. ഓരോ പ്രതികളോടും 328 വീതം ആകെ 6560 ചോദ്യങ്ങളാണ് ചോദ്യാവലിയിലുള്ളത്. പ്രോസിക്യൂഷൻ സാക്ഷി വിസ്താരം കഴിഞ്ഞാൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി നേരിട്ട് പ്രതികളെ ചോദ്യം ചെയ്യണമെന്ന നിയമപ്രകാരമാണ് നടപടി. ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ പ്രതിഭാഗത്തിന് സാക്ഷികളെ ഹാജരാക്കാനുണ്ടെങ്കിൽ കോടതി അനുവാദം നൽകും. ഇതിലെ വിസ്താരം കഴിയുന്നതോടെ അഭിഭാഷകർ തമ്മിലുള്ള വാഗ്വാദം കൂടി പൂർത്തിയാക്കി വിധി പറയും. 2016 ജൂലൈ 11 രാത്രിയാണ് കുന്നരു കാരന്താട്ടെ CPM DYFI നേതാവായിരുന്ന ധനരാജിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ 21 BJP RSS പ്രവർത്തകരാണ് പ്രതികൾ. കേസിലെ പ്രതിയായ ബിജു പിന്നീട് കൊല്ലപ്പെട്ടിരുന്നു. ബാക്കി 20 പ്രതികളാണ് വിചാരണ നേരിടുന്നത്. കണ്ണൂർ ജില്ലയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് ധനരാജ് വധക്കേസ്. കേസിൽ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ CK ശ്രീധരനാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. പ്രതികൾക്കായി സീനിയർ അഭിഭാഷകൻ പത്തനംതിട്ടയിലെ പ്രതാപൻ പടിക്കൽ, തലശ്ശേരി ബാറിലെ P പ്രേമരാജൻ, സുനിൽകുമാർ എന്നിവരാണ് ഹാജരാവുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.